ബാലചന്ദ്രകുമാർ നമ്മെ വിട്ടുപിരിഞ്ഞു. വിട്ടുപിരിയുന്നതിന് മുമ്പ് അദ്ദേഹം കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു, സ്ഫോടനാത്മകമായ കാര്യങ്ങൾ. അത് ഒരു കേസിൻ്റെ വിധി തന്നെ നിർണായകമായ പല സംഭവങ്ങളും മാറ്റിമറിച്ചു. അതിൻ്റെ പുറകിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട ബാലചന്ദ്രകുമാറിന് ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ആ തുടക്കത്തിൻ്റെ ഒരു പ്രത്യേകത, 2017 അതിജീവിതയ്ക്ക് ഉണ്ടായ ക്രൂരമായ അനുഭവം ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ കേസ് ഇല്ലാതാവുന്ന ഘട്ടത്തിൽ സജീവമാക്കുകയും തെളിവുണ്ടാക്കുകയും ചെയ്തു. പിന്നീടൊരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഈ കേസിൻ്റെ ഈ രേഖകൾക്കെല്ലാം ശക്തി പോരാ എന്നൊരു സംശയമുണ്ടായിരുന്നു. ഈ കേസ് ഒരുപക്ഷെ ഇതിലത്തെ പ്രതിസ്ഥാനത്തുള്ളവരെല്ലാം ചിലർ രക്ഷപ്പെട്ടു പോകും, പ്രത്യേകിച്ച് ദിലീപ് അടക്കമുള്ള രക്ഷപ്പെട്ടു പോകാൻ എല്ലാ വകുപ്പുകളും ഉണ്ട് എന്ന് ചർച്ച ചെയ്യപ്പെട്ടൊരു ഘട്ടത്തിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ കുറേ തെളിവുകളുമായി വന്നത്. ആ തെളിവുകളാകട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പക്കലില്ലാത്ത തെളിവുകളായിരുന്നു. ആ ഡിജിറ്റൽ രേഖകളടക്കം ഉള്ള തെളിവുകളുമായിട്ടാണ് വന്നത്. ആ തെളിവുകൾ നൽകാൻ സഹായിച്ചതാകട്ടെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറും. ഇതിങ്ങനെ ചാനലുകളിൽ, അതായത് ബാലചന്ദ്രകുമാർ നൽകിയ തെളിവുകൾ ചാനലുകളിൽ എന്ന് പറഞ്ഞ വെറുമൊരു ചാനൽ, റിപ്പോർട്ട് ചാനലിൽ അത് ഭയങ്കരമായ രീതിയിൽ അവർ സംപ്രേഷണം ചെയ്തു. മറ്റു ചാനലുകൾക്കും അത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലായി. അതിനൊരു പിന്നീട് കഥയുണ്ടെന്ന് ആലോചിക്കണം. ബാലചന്ദ്രകുമാറിനെ ഞങ്ങൾ ഫിലിമി പ്ലസ് കാണാൻ ചെന്നത് 2022 ഫെബ്രുവരി 14 ആലോചിക്കണം. അങ്ങ് സംസാരിച്ച കൂട്ടത്തിൽ ബാലചന്ദ്രകുമാർ ഇങ്ങോട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ നിങ്ങളുടെ നമ്പറിൽ പലപ്പോഴും വിളിച്ചു, കിട്ടിയില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ രേഖകളും നിങ്ങൾക്ക് നൽകാനാണ് ശ്രമിച്ചത് എന്നാണ് അന്ന് കണ്ടപ്പോൾ പറഞ്ഞത്. താങ്കളെ കിട്ടാതായപ്പോൾ മലയാള സിനിമയിലെ 2 പ്രമുഖ ചാനലുകാരെ ഞാൻ സമീപിച്ചു. ആ ചാനലുകാർ അത് കൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാതും വാങ്ങുകയും ചെയ്തു. പക്ഷേ അവർ കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരത് ദിലീപിന് വിറ്റ് കാശാക്കി എന്നാണ് പിന്നീട് എനിക്കറിയാൻ കഴിഞ്ഞത്. കൊടുത്തില്ലെങ്കിൽ വിരോധം, പക്ഷെ താനും കഷ്ടപ്പെട്ടു നേടിയില്ല, വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നി. പിന്നെ ഞാൻ സമീപിച്ചത് MV നികേഷ് കുമാറിനെയാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ചാനലിലാണ് സമീപിച്ചത്. അത് ആദ്യം കൊടുക്കാൻ, ഇതെല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച് എല്ലാ രേഖകളും ശരിയാണ് എന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് പിന്നെ റിപ്പോർട്ട് ചാനൽ ഇങ്ങനെ തുടർച്ചയായി കൊടുത്തത്. ഇപ്പോഴത്തെ റിപ്പോർട്ട് ചാനലല്ല കേട്ടോ. ഇപ്പോഴത്തെ റിപ്പോർട്ട് ചാനലാണെങ്കിൽ അത് മുമ്പ് പറഞ്ഞ പോലെ വിറ്റ് കാശാക്കുമായിരുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ട് ചാനൽ മാത്രമാണ് ഈ കേസ് ഇത്രയും പിന്നെ രണ്ടാമത് കൊണ്ടുവന്നത്. അതായത് നമ്മൾ ഈ ക്ലൈമാക്സ് വരെ ജയിച്ചു നിന്നിട്ട് ക്ലൈമാക്സിന് ശേഷം ദിലീപ് ജയിക്കുന്ന അവസ്ഥയിൽ വന്നപ്പോഴാണ് ഈ ട്വിസ്റ്റ് വന്നത്. ആ ട്വിസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ ഫിലിം പ്ലസിൻ്റെ ടീം അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംസാരിച്ചു. അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പ്രമുഖ ചാനലുകൾ എല്ലാം ബാലചന്ദ്രകുമാറിൻ്റെ ബൈറ്റിന് വേണ്ടി, അനുഭവങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തു കെട്ടി നിൽക്കുക. ആരെയും നിരാശപ്പെടുത്തിയില്ല. ഞങ്ങൾ ഞാൻ പറയും, ബാലചന്ദ്രകുമാറെ നമുക്ക് ഒടുക്കം സംസാരിച്ചാൽ മതി, തിരക്കുള്ളവർ പോട്ടെ, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ് വേണ്ടത്. അപ്പം അങ്ങനെ അന്ന് ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു സിനിമ സംവിധാനം ചെയ്തു പോയി കിട്ടാത്ത പേരാണ്, ഒരു സൂപ്പർ സ്റ്റാർ കിട്ടുന്ന പേരാണ് ബാലചന്ദ്രകുമാറിന് ഈ സംഭവത്തോടെ കിട്ടിയെന്ന് ആലോചിക്കണം. തൻ്റെ കയ്യിലുള്ള തെളിവുകൾ, ആ തെളിവുകൾ പുറത്തുവിടുമ്പോൾ പോലും ഭീഷണി ഉണ്ടായിരുന്നു. ഞങ്ങൾ ബാലചന്ദ്രകുമാർ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പോലീസ് കാവലുണ്ടായിരുന്നു. കാരണം ബാലചന്ദ്രകുമാർ അതുമാത്രം ഭീഷണിയായിരുന്നു. അല്ലെങ്കിൽ ഭീഷണി എങ്ങനെ ഇല്ലാതിരിക്കും? കാരണം അതുവരെ കണ്ട തെളിവുകളല്ല, കൂടെ നടന്നു ഒപ്പം നിന്നുണ്ടാക്കിയ തെളിവുകൾ പോലെയായിരുന്നു ബാലചന്ദ്ര കൊടുത്തതെന്ന് ആലോചിക്കണം.
ഞങ്ങൾക്കേതായുള്ള ഇൻ്റർവ്യൂ ഞങ്ങൾ എടുത്തു എന്നാലോചിക്കണം. ആ ഇൻ്റർവ്യൂ എടുത്ത കൂട്ടത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പേര് പറയാതെ ഒരു സൂപ്പർ സ്റ്റാറാണ് ഇതിൻ്റെ പുറകിലെന്ന് സൂചന നൽകി. ആ സൂചന നൽകിയപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ആ സൂപ്പർ സ്റ്റാർ? അപ്പോൾ ബാലചന്ദ്രകുമാർ പറഞ്ഞത്, ഞാൻ ആ നടൻ്റെ പേര് പറയില്ല, കാരണം അത് എൻ്റെ ഒരു പോളിസിയുടെ ഭാഗമാണ്. നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും, കാരണം നിങ്ങൾ പലരെയും കണ്ടെത്തിയിട്ടുള്ള ആളല്ലേ. മലയാള സിനിമയിലെ എത്ര സൂപ്പർ സ്റ്റാറുകളുണ്ട്? രണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ മൂന്നെന്ന് പറയാം. ഈ 3 പേരിൽ ഒരാൾ എന്നാണ് പറഞ്ഞത്. ആ 3 പേരിൽ ഒരാളാണ് എനിക്ക് സഹായമായ റിപ്പോർട്ടുകൾ തന്നത് എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥ നിങ്ങളാണ്. അപ്പോൾ മൂന്നാമത് ആരൊക്കെയായിരിക്കും? 2 പേര് നമുക്ക് ഒരുപക്ഷെ വ്യക്തമായിട്ട് പറയാം. മമ്മൂട്ടി ആയിരിക്കില്ലേ? മോഹൻലാൽ ആയിരിക്കില്ലേ? ഇനി മൂന്നാമത് വിരലുമെടുക്കുകയാണെങ്കിൽ ആരായിരിക്കും? പൃഥ്വിരാജ് ആയിരിക്കുമോ? ഫഹദ് ഫാസിലായിരിക്കുമോ? അതോ ദിലീപ് തന്നെ ആയിരിക്കുന്നോ? അതല്ലെങ്കിൽ സുരേഷ് ഗോപി? ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദിലീപ് എന്തായാലും കൊടുക്കില്ല. ദിലീപിനോട് ചേർന്ന് നിൽക്കുന്ന കൊടുക്കില്ല. ഒരു സൂപ്പർ സ്റ്റാർ ശരി, നമുക്ക് ആ വിഷയത്തിൽ വിട്ടു പോകാം. പക്ഷെ പിന്നെ കണ്ടത് എന്താ? ബാലചന്ദ്രകുമാർ എന്നുള്ള ഒരു സംവിധായകൻ, ദിലീപിനോട് ചേർന്ന് നടന്നൊരാൾ, ദിലീപിനെ വെച്ച് സിനിമ ചെയ്യാൻ പോയ ഒരാൾ, അതിൻ്റെ തിരക്കഥ ദിലീപിൻ്റെ അളിയനെ കൊണ്ട് എഴുതിക്കാൻ പോയ ഒരാൾ, പിന്നെ എങ്ങനെയാണ് ഈ മാറ്റമുണ്ടായി? ഈ തെളിവുകളൊക്കെ ശേഖരിക്കാൻ കാരണമെന്ത്? ഈ തെളിവുകൾ ദിലീപിന് എതിരാക്കി കൊടുക്കാനുള്ള കാരണമെന്ത് എന്ന് ചോദിച്ചപ്പോൾ അന്ന് ബാലേന്ദ്ര പറഞ്ഞത്, ഞാൻ ഒരു പേഷ്യൻ്റാണ്, എനിക്കൊരു രോഗമുണ്ട്, ആ രോഗത്തിൽ ഞാൻ എന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കൊരു കുറ്റബോധമുണ്ട്, എൻ്റെ പക്കലുള്ള ഈ നടിയുടെ പീഡന കേസുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ എല്ലാ രേഖകളും എൻ്റെ കൈവശം ഞാൻ ശേഖരിച്ചു വെച്ചപ്പോൾ അത് പുറം ലോകം അറിയാതെ പോകുന്നത്, ആ നടിക്ക് നീതി കിട്ടാതെ പോകുന്നത് മാത്രമല്ല, പൾസർ സുനിയും ദിലീപും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള പ്രചരണം നടക്കുമ്പോൾ ഉണ്ട് വ്യക്തമായ തെളിവുകളുണ്ട്. ഈ തെളിവുകളെല്ലാം ഹാജരാക്കണം. ഞാൻ മരിക്കുമ്പോഴും എൻ്റെ മരണശേഷവും ചർച്ച ചെയ്യപ്പെടണം. അതിനുവേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു രീതി ബാലചന്ദ്രൻ അവലംബിച്ചതെന്നാണ് പറഞ്ഞത്. അത് സത്യവുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രകുമാർ രോഗിയായി. വൃക്ക സംബന്ധമായ രോഗം വന്നു, പല അസുഖങ്ങളും വന്നു. അസുഖങ്ങൾ വന്നപ്പോൾ ആരും കൂടെ ഉണ്ടായില്ല എന്ന് പറയല് സത്യം. അപ്പോൾ എത്ര വലിയ മാധ്യമ പ്രവർത്തനമായാലും ശരി, എന്തെല്ലാം രേഖകൾ കൊണ്ടുവന്നാലും ശരി, എന്തെല്ലാം ഒച്ചപ്പാടുകളും വിപ്ലവം ഉണ്ടാക്കിയാലും ശരി, അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമേ ഉണ്ടാവുള്ള ബോധമുണ്ടായിരുന്നു. അത് ബാലേന്ദ്രകുമാർ മാത്രമല്ല, ഈ പത്രമാധ്യമങ്ങളിൽ ചാനൽ ജോലി ചെയ്യുന്ന അതായത് ഇത്രയും വലിയ ശക്തമായ വാർത്തകൾ കൊണ്ടുവരുന്ന എല്ലാവർക്കും അറിയാം അവരുടെ കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും തങ്ങളുടെ ജോലിയുടെ ഭാഗം എന്താ? ശരിക്കും അതിർത്തി സംരക്ഷിക്കുന്ന, രാജ്യം സംരക്ഷിക്കുന്ന ഒരു പടനായകൻ തന്നെ, ഒരു ഉത്തമ പട്ടാളക്കാർ ജവാൻ തന്നെയാണ് മാധ്യമ പ്രവർത്തകൻ. അയാൾ മരിച്ചു വീഴുമെന്നുള്ള ബോധമുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പടയ്ക്ക് ഇറങ്ങിയത്. അങ്ങനെ പടയ്ക്ക് ഇറങ്ങിയ ബാലചന്ദ്രകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളെ ദുരിതപൂർണമായിരുന്നു ആയിരിക്കാം. അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടുപോയപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് എന്താ? നന്മ നിറഞ്ഞ കുറേ തെളിവുകളാണ്. ഒരുപക്ഷെ ആ തെളിവുകളുടെ പിൻബലത്തിലാണ് ഇപ്പോൾ വിചാരണ അവസാനിച്ചിരിക്കുന്ന ആലോചിക്കണം. ഇനി ഒരുപക്ഷെ 1-2 മാസം കഴിഞ്ഞാൽ ഈ കേസിലേക്കുള്ള അന്ത്യവിധി വരും. ആ വിധി വരുമ്പോൾ ആ വിധി കേൾക്കാൻ നിൽക്കാൻ ബാലചന്ദ്രകുമാറിന് കഴിഞ്ഞില്ല. എങ്കിലും എന്നും ബാലചന്ദ്രകുമാർ ചർച്ച ചെയ്യപ്പെടും. ഞങ്ങൾക്ക് നല്ലത് മാത്രമേ ആ സുഹൃത്തിനെക്കുറിച്ച് പറയാനുള്ളൂ. അവസാന നിമിഷത്തിലും ഞങ്ങളുടെ ഫിലിമി പ്ലസിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു.